അപ്പോൾ ഇന്ന് നമ്മൾ രാത്രിത്തേക്കുള്ള തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ തന്നെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വാടി വന്നതിന് ശേഷം അതിലേക്ക് തക്കാളിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എല്ലാ മസാലകളും ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് വിനാഗിരിയും മല്ലിച്ചപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു വിസിലിന് തന്നെ വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഇതിനോട് കഴിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല കേട്ടോ. എന്നാലും ഞാനൊരു പപ്പടമൊക്കെ ചുട്ട് മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രിത്തേക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് ചോറൊക്കെ വിളമ്പി എടുക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ മുട്ടയും ഒരു പപ്പടമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ എല്ലാം ടേബിളിലേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. കൂടെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഈ ടേബിളിൽ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് അനുവേട്ടൻ അവിടെ ഇരുന്നാൽ കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പം പാറുമോളും ആ കൂടെ പോയിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും അവരോടെ തന്നെ പോയിരുന്നേ. അപ്പോൾ കാശിക്കൂടിന് വാരി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ തിന്നുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഞാൻ പ്ലേറ്റിൽ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് നിലത്തിരുന്ന് കഴിക്കുന്നുണ്ട്. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് ഓടുന്നത് കേട്ടോ. പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ ഓടി വരും, ചോറ് തിന്നും, പിന്നെ അങ്ങോട്ടേക്ക് പോകും. അതാണ് കേട്ടോ അവൻ്റെ പരിപാടി. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ പാത്രമൊക്കെ കഴുകി വേഗം അവിടെയൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അകവും കൂടെ അടിച്ചു വാരി ഇടണം. അപ്പോൾ വേഗം അകം അടിച്ചു വരാൻ വേണ്ടി പോയതാണേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കളിച്ചപ്പോൾ ഞാൻ ചീത്തയൊക്കെ പറഞ്ഞപ്പോൾ കാശിക്കൂട്ടൻ വേഗം സോഫയമേലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇവിടെ നല്ല അടിയും ബഹളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ പോയിരുന്നതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവരോട് അങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ കാശിക്കൂടിൻ്റെ മേലൊക്കെ ഒന്ന് കഴുകണം. മേല് കഴുകിയതിന് ശേഷം ഞങ്ങളെല്ലാവരും കിടക്കാൻ വേണ്ടി പോകുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.